തേജസ് വിമാനം തകർന്നു വീണു. ഇതിന് പിന്നിൽ അട്ടിമറിയുണ്ടോ? സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഒരു എയർ ഷോ നടത്തുമ്പോൾ എല്ലാ അറ്റകുറ്റപ്പണികളും തീർത്ത് കൃത്യമായ ചെക്കിങ് നടത്തിയിട്ടാണ് ഒരു എയർ ഷോയ്ക്ക് ഒരു വിമാനം പോകുക. അല്ലെങ്കിൽ തന്നെ ഈ യുദ്ധവിമാനങ്ങളും വിമാനങ്ങളും എല്ലാം ജോഡിക്കലായി കൃത്യമായിട്ട് അറ്റകുറ്റപ്പണികളും എല്ലാം നടത്തിയിട്ടാണ് എയർ ഷോയ്ക്ക് പോകും. പ്രത്യേകിച്ചും പിന്നെ ഓരോരോ സോട്ടിക്ക് ശേഷം ഓരോ ഫ്ലൈറ്റിന് ശേഷവും താഴെ ഇറക്കി എല്ലാ പരീക്ഷണവും എല്ലാ തരത്തിലുള്ള ടെസ്റ്റ് നടത്തും. ഏറ്റവും ട്രെയിൻഡ് ആയിട്ടുള്ള പൈലറ്റ്സാണ് ഈ പറയുന്ന എയർ ഷോക്കൊക്കെ പങ്കെടുക്കാൻ പോകുന്നത്. എന്നിട്ട് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടാണ് അതിന് അട്ടിമറി തന്നെയായിരിക്കും. കാരണം നാണം കെടും. എയർ ഷോയിൽ ഒരു വിമാനം അപകടത്തിൽപ്പെട്ട, കാരണം ഏറ്റവും നല്ല ടെക്നോളജി, ഏറ്റവും നല്ല എക്സ്പേർട്ടൈസും എന്താ പറയുക എക്സിബിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഒരു ഷോ. അവിടെ പരാജയപ്പെട്ടത് പിന്നെ എവിടെയും പരാജയപ്പെടില്ലേ? പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ഇനിയിപ്പോൾ പൈലറ്റ് മരിച്ചു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വിമാനം നഷ്ടപ്പെടുന്നത് ലോകത്തൊരു സൈന്യത്തിന് വലിയ പ്രശ്നമുള്ളതൊന്നുമല്ല. പൈലറ്റുകൾ പക്ഷേ രക്ഷപ്പെടും. അങ്ങനെ ഒരു പൈലറ്റിനെ ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളത് ഒരു മനുഷ്യജീവൻ്റെ വില ഭയങ്കരമാണ്. അപ്പോൾ പൈലറ്റ് കൂടി നഷ്ടപ്പെടുമ്പോൾ ഈ ഭയങ്കര നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കും. മാത്രമല്ല ഇത് ലോകത്തിന് മുന്നിൽ ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇത് വളരെ ബോധപൂർവമായിട്ട് നടത്തിയിട്ടുള്ള സാമാന്യ ബുദ്ധി ഉപയോഗിച്ചിട്ട്, ഇത് പക്ഷേ രഹസ്യമൊന്നും സൈന്യം പുറത്തു വിടില്ല. ഇപ്പോൾ ജനറൽ റാവത്തിൻ്റെ മരണമായിട്ട് ബന്ധപ്പെട്ട ശരിക്കുള്ള രഹസ്യം പുറത്തു വിട്ടൊന്നും ഞാൻ തോന്നുന്നില്ല. അതവർ രഹസ്യമായി അന്വേഷിക്കുകയും പിന്നെ അജ്ഞാതനെ വിട്ട് മണി കൊടുക്കേണ്ടത് കൊടുക്കുകയൊക്കെ ചെയ്യുള്ളൂ. അല്ലാതെ പബ്ലിക്കിന് അവർ കൊടുക്കില്ല. ഇതിൻ്റെ രഹസ്യമൊന്നും പുറത്തു വരില്ല, പക്ഷേ അത് അട്ടിമറിയായിരിക്കും. നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് ഈ ഒരു വിമാനം ഡെവലപ്പ് ചെയ്തെടുത്തത്. 80കൾ തുടങ്ങിയ പ്രോജക്റ്റാണ്. അതിന് മുമ്പ് മാരുതി എന്ന് പറഞ്ഞ പ്രോജക്റ്റ് നമുക്കുണ്ടായിരുന്നു. 60s ഇന്ദിരാഗാന്ധി തുടങ്ങി. അപ്പോൾ അതിന് 2 ഘട്ടമുണ്ട്. ലോകത്തെ 3ാം ലോക രാജ്യം സ്വന്തമായിട്ട് യുദ്ധവിമാനങ്ങൾ ഉണ്ടാകുന്നത് മാരുതാണ്. ബാറ്റിൽ 65 യുദ്ധം, ലോങ്ഡേവാല യുദ്ധത്തിന് നമ്മളെ ജയിപ്പിച്ചത്, ആ ബോർഡർ സിനിമ കണ്ടാൽ മനസ്സിലാവും, ഈ മാരുതി വിമാനങ്ങളാണ്. അപ്പം മാരുതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അത് പിന്നെ മാക് 1 എന്ന ശബ്ദത്തിൻ്റെ വേഗത്തിൽ അതിന് പറക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ എഞ്ചിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ അതിന് എഞ്ചിൻ ഉണ്ടാക്കാൻ വേണ്ടി ഈ അമേരിക്കയും റഷ്യയൊക്കെ തന്നെ ഈ റോക്കറ്റുകളും ജെറ്റ് എഞ്ചിനും ഡെവലപ്പ് ചെയ്തത് പഴയ ജർമ്മൻ നാസി സയൻറ്റിസ്റ്റുകളെ തൂക്കിക്കൊണ്ടുപോയിട്ടാണ് 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം. നമുക്കും അങ്ങനെ ഒരാളെ കിട്ടി, ജർമ്മൻ എഞ്ചിനീയറിനെ കിട്ടി. അയാൾ നമ്മൾ ഈജിപ്തും കൂടിയിട്ട് ഈ മാരുതിന് വേണ്ടിയിട്ട് അവർക്കും വേണമായിരുന്നു സ്വന്തം റോക്കറ്റ് എഞ്ചിൻ. ഈ മാരുതിൻ്റെ എഞ്ചിൻ നിർമ്മിക്കാനുള്ള പരീക്ഷണങ്ങൾ നടത്തുമ്പോഴാണ് 6 ഡേ വാർ ഉണ്ടാവുന്നതും ഇസ്രായേൽ വളരെ കൃത്യമായിട്ട് അവിടെ പരീക്ഷണം നടക്കുന്ന ഹാങ്ങറിന് ബോംബിടുകയും ചെയ്തു. അത് നമ്മുടെ പ്രൊജക്റ്റ് ഇല്ലാതാക്കാൻ വേണ്ടി കൂടി ചെയ്തതാണ്. ഇസ്രായേലിൻ്റെ ഈജിപ്തിൻ്റെ നമ്മുടെയും പ്രൊജക്റ്റ് ഇല്ലാതാക്കാൻ വേണ്ടി ഇസ്രായേലിനെ കൊണ്ട് പടിഞ്ഞാറൻ രാജ്യങ്ങൾ ജയിപ്പിച്ചത്. റഷ്യക്ക് പങ്കുണ്ടാവും. അതിനുശേഷമാണ് വൻതോതിൽ നമ്മൾ റഷ്യൻ വിമാനങ്ങൾ മേടിക്കാൻ തുടങ്ങിയത്. പിന്നെ ഫ്രാൻസിൻ്റെ റഫേൽ മേടിച്ചു, അമേരിക്കയുടെ ഇത് മേടിച്ചു, അമേരിക്കയുടെ ഹോർണറ്റോ ഇതൊന്നും മേടിച്ചു നമ്മൾ. അപ്പം ഇത്രയും വിമാനങ്ങൾ മേടിച്ചു. അപ്പോൾ അതോടുകൂടി നമ്മുടെ ആ മേഖലയിലെ പരീക്ഷണ ഗവേഷണങ്ങൾ ഏതാണ്ട് 80കൾ വരെ സ്റ്റാൻഡ് സ്റ്റില്ലായി. അല്ലെങ്കിൽ ശരിക്കും ഇപ്പോൾ നമ്മൾ 5th ജനറേഷൻ ഫൈറ്റർ ഉണ്ടാക്കുന്ന രാജ്യമായി മാറിയിരുന്നു ആ പരീക്ഷണം നടന്നു പോയിരുന്നെങ്കിൽ. അപ്പോൾ അന്ന് അവിടെ ബോംബിട്ടെന്ന് മാത്രമല്ല, ഇവിടെ അന്ന് നമ്മുടെ രാജ്യം കുറച്ച് ദുർബലമാണല്ലോ, ഇന്നത്തെ ഒരു സേനം നമുക്കില്ല. അപ്പോൾ ഇവരൊക്കെ പേടിപ്പിച്ചിട്ടുണ്ട്, ഇനി നിങ്ങൾ ഈ പരീക്ഷണമായിട്ട് മുന്നോട്ട് പോയാൽ ഞങ്ങൾ ആയുധങ്ങൾ തരില്ല എന്ന് പറയും. അന്ന് ആയുധം തന്നിട്ടില്ലെങ്കിൽ, റഷ്യനെ നമ്മൾ ഭയങ്കര ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ റഷ്യ അന്ന് ആയുധം തന്നില്ല, എന്ത് സംഭവിക്കും? ഇന്ത്യയിലെ സിഖ് തീവ്രവാദം, കാശ്മീർ തീവ്രവാദം അന്ന് വന്നിട്ടില്ലെങ്കിൽ പോലും അതിൻ്റെ സാധനങ്ങൾ, നെക്സലുകൾ, ഈ തമിഴ്നാട്ടിലെ ദ്രവീഡിയൻ മൂവ്മെൻറ്റ്, ബോഡോലാൻഡ്, ഇങ്ങനെ ഒരുപാട് ആൻറ്റി ഇന്ത്യൻ മൂവ്മെൻറ്റ്, പിന്നെ ഈ ഇവാഞ്ചലിസ്റ്റ് തീവ്രവാദം. നിങ്ങൾ ഇന്ത്യയിലെ മുസ്ലിം തീവ്രവാദത്തെ പറ്റിയല്ലേ കേട്ടുള്ളൂ. നോർത്ത് ഈസ്റ്റിൽ ഇവാഞ്ചലിസ്റ്റ് തീവ്രവാദം ഉണ്ട്. ഇന്ത്യയിൽ ഒരു മുസ്ലിം രാജ്യമേ ഉള്ളൂ, ഒരു മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമേ ഉള്ളൂ, കാശ്മീർ. അവിടെ തീവ്രവാദം ഉണ്ട്, സംഭവിച്ചു. എന്നാൽ ഇവാഞ്ചലിസ്റ്റുകൾക്ക് ഭൂരിപക്ഷമുള്ള 5ഓളം സ്റ്റേറ്റുകൾ നോർത്ത് ഈസ്റ്റിലുണ്ട്. അവിടെ NSUIN എന്നൊക്കെ പറഞ്ഞ തീവ്രവാദ സംഘടനകളുണ്ട്. ഇവർ ഇവാഞ്ചലിസ്റ്റുകളാണ്. എന്തായാലും അത് പറയാത്തത്? അപ്പോൾ ഈ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സാധനങ്ങൾ ഉപയോഗിച്ചാൽ ഇന്ത്യയെ പൊട്ടിച്ചു കളയാൻ പറ്റുമായിരുന്നു. അതുകൊണ്ടായിരിക്കും നമ്മൾ അന്നത് പിന്നെ പരീക്ഷണമൊക്കെ നിർത്തിവെച്ചത്. അതിനുശേഷം 80കൾ നമ്മൾ തുടങ്ങി. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമായിട്ടുള്ള ജെറ്റ് എഞ്ചിൻ, കാവേരി എഞ്ചിൻ വികസിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചു, പറ്റിയില്ല. അങ്ങനെ തേജസിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് നടക്കുന്നത് എഞ്ചിൻ്റെ പ്രധാനപ്പെട്ട ഒരു പിന്നെ നമ്മുടെ ഫ്രാൻസിലൊരു കമ്പനിയിൽ നിന്ന് മേടിച്ചിട്ടാണ് നമ്മൾ പിന്നെ ആ വിമാനം പറപ്പിച്ചത്. പക്ഷെ അതിനും ആവശ്യം ത്രസ്റ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ എഞ്ചിൻ കംപ്ലീറ്റ്ലി ജനറൽ മോട്ടോഴ്സെന്നോ മറ്റോ മേടിച്ചിട്ടാണ് ഇപ്പോഴത്തെ വിമാനം പറപ്പിക്കുന്നത്. ബാക്കിയുള്ള ഏവിയോണിക്സ് ഒക്കെ നമ്മൾ തന്നെയാണ്. അപ്പോൾ നമ്മളായിട്ട് ഈ മേഖലയെ കോമ്പീറ്റ് ചെയ്യുന്നത് ചൈനയും, പാകിസ്ഥാൻ ഏതൊരു സാധനം ചൈന ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ തുർക്കിയുണ്ട്. ഇവരൊക്കെയാണ് നമ്മളോട് കോമ്പീറ്റ് ചെയ്യുന്ന രാജ്യങ്ങൾ. അപ്പോൾ മാത്രമല്ല ഈ നിലവിലുള്ള ഇവിടുത്തെ ജയൻസ് ആയിട്ടുള്ള റഷ്യയ്ക്കും
റഷ്യ ഇപ്പം നമ്മളെ രാജ്യം കളിക്കാൻ നമ്മളൊരു ജോയിൻ്റലി ആയിട്ട് അവർ പ്രൊജക്റ്റുകൾ കൊണ്ടുപോകുന്നത്. അമേരിക്കയ്ക്കും ഫ്രാൻസിനും ഒക്കെ തന്നെ നമ്മൾ ആ മേഖലയിൽ കയറുന്നത് ഭയങ്കര പ്രശ്നമാണ്. കാരണം നമുക്ക് വളരെ കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ ലോകോത്തര ടെക്നോളജി കൊടുക്കാൻ പറ്റും. ഇപ്പം തന്നെ സ്പേസിൽ നമ്മൾ അമേരിക്കയും പിന്നെ ഈ ഫ്രാൻസും ഒക്കെ മേടിക്കുന്ന 10-1 നമ്മൾ ഉപഗ്രഹങ്ങൾ ലോഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അത് അവരുടെ ബിസിനസ്സിന് വലിയ അടിയാണ്. പിന്നെ ഈ പറഞ്ഞ തുർക്കി എന്ന് വിലക്കുറവ്, ഈ തുർക്കി എന്ന് പറഞ്ഞ രാജ്യത്തിന് പണ്ടേ നമ്മളെ കണ്ടുവിടാം. അപ്പം എന്ന് വെച്ചാൽ ഈ എർഡോഗോൺ വന്നതിന് ശേഷം, അതിന് മുമ്പുള്ള താൻസു മില്ലറിന്റെ ഗവൺമെന്റ് നമുക്ക് അനുകൂലമായിരുന്നു. ഈ എർഡോഗോൺ വന്നതിന് ശേഷം നമ്മളെ കണ്ടുകൂടാം. അപ്പോൾ ഇവരെല്ലാം കൂടി ഈ നടത്തിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ സംശയിക്കും. ഇപ്പൊ ഏറ്റവും കൂടുതൽ സംശയിക്കേണ്ടത് തുർക്കിയാണ്. കാരണം ഈ തുർക്കി നമ്മൾ എപ്പോഴും പോയില്ല അമേരിക്കയിൽ. അല്ല, അതാണ് മറ്റൊരു ചോദ്യം. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മുടെ ആയുധ കച്ചവടം ഇരട്ടിയായിട്ടുണ്ട്, 10 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു തിരിച്ചടിയാകില്ല? നല്ല തിരിച്ചടിയാണ്. നമുക്ക് പല ആഫ്രിക്കൻ രാജ്യങ്ങളും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും നമ്മളെ വിമാനം ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ വില കുറവാണ്. ബാറ്റിൽ ഫീൽഡിൽ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് പരിശീലനത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അത് ഇവർക്ക് വലിയ പ്രശ്നം. ഒന്ന് ഇന്ത്യക്ക് കിട്ടുന്ന ഒരു ആക്സെപ്റ്റൻസ്. അങ്ങനെ ഇതൊരു ഹിറ്റായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഈ മിലിറ്ററി പിന്നെ മാനുഫാക്ചറിങ്ങിന് വലിയൊരു ബൂസ്റ്റ് കിട്ടും, കൂടുതൽ ഓർഡറുകൾ വരും. അതിനൊക്കെ തകർക്കാനുള്ള ശ്രമമാണ്. ഇവർ എർഷോറിൻ്റെ ഇടയിൽ പോളണ്ടിൽ പണ്ട് റഷ്യയുടെ ഒരു സുഖോയ് വിമാനം തകർന്നു വീണിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ ഒരു പക്ഷേ അന്ന് റഷ്യ എന്ന് വെച്ചാൽ ഭയ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരു രാജ്യമായിരുന്നു. ചിലപ്പോൾ അറ്റകുറ്റപ്പണിയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അവരുടെ ഒരു പിന്നെ സബ്മറൈൻ കടലിൽ പോയിരുന്നു, കുർസിക്കുന്ന തോന്നുന്നുണ്ട്. അതൊക്കെ ആ കാലഘട്ടത്തിൽ. ഈ വിമാനങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഇപ്പോൾ തുടർച്ചയായി തന്നെ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ. അത് എന്തെങ്കിലും അല്ല, അത് അല്ല, മറ്റേത് നമ്മളെ അന്നത്തെ അഹമ്മദാബാദ് അപകടത്തിൽ തുർക്കീനെ തന്നെ സംശയിക്കേണ്ടി വരും. കാരണം ഇവിടെ ഗ്രൗണ്ട് ഹാൻഡിലിംഗ് ചെയ്തുകൊണ്ട് തുർക്കി കമ്പനി ഉണ്ടായിരുന്നു. അവരെ നമ്മളിപ്പം ബ്ലാക്ക് ലിസ്റ്റ് പെടുത്തി ലവ്മാരായിട്ട് പറഞ്ഞായിരിക്കും. പിന്നെ മറ്റേ ഈ ഡൽഹി ആക്രമണത്തിന് വീണ്ടും തുർക്കി ബേസ്ഡാണ് ഗൂഢാലോചന നടന്നിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ അഹമ്മദാബാദ് അപകടത്തിന് ബോയിങ്ങിൻ്റെ പരാജയമായിരിക്കും, അല്ലാണ്ട് നമ്മളെ പൈലറ്റുമാരുടെ വിഷയമല്ല അത്. എന്നിട്ട് നമ്മളെ വെറ്ററൻ പൈലറ്റുമാരെ തന്നെ കൂട്ടുപിടിച്ച് ആ പാവം പൈലറ്റുമാർ ഭ്രാന്തന്മാരാന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇവിടെയുള്ള മീഡിയ അത് ആഘോഷിക്കുകയും ചെയ്യും. അതാണ് ഇവന്മാർക്ക് ഭ്രാന്താണ്. രാജ്യത്തിൻ്റെ കൂടെ അല്ലേ മീഡിയ നിൽക്കേണ്ടത്. അപ്പോൾ അവിടെയുള്ള വിസിൽ ബ്ലോ എന്ന ഈ ബോയിങ് വിമാനത്തിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നെങ്കിൽ അതായിരിക്കും, അല്ലെങ്കിൽ തുർക്കിക്കാർ പണിഞ്ഞതായിരിക്കും. അല്ല, സാർ പറഞ്ഞ പൈലറ്റിന്മാർക്ക് എന്തോ അതിലൊരാൾക്ക് മാനസിക പ്രശ്നമുണ്ടെന്നാണ്. അയാൾ അമ്മേനെ എത്രയും സ്നേഹിക്കുക, അച്ഛൻ എത്രയും സ്നേഹിക്കുന്ന ഒരാളാണ്. അച്ഛൻ എങ്ങനെ അനാഥരായി പോകാൻ ആഗ്രഹിക്കും? അച്ഛൻ നമ്മളൊരാളെ നീ ഒരാളെ പാർട്ട്ണറായി തിരഞ്ഞെടുക്കണം. ആദ്യം നോക്കേണ്ട എന്താ പറയും? അയാളെ കുടുംബ ബന്ധം എങ്ങനെയുണ്ട്? അയാളുടെ സഹോദരങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്യുന്ന ആളാണെങ്കിൽ നിനക്ക് ധൈര്യപൂർവ്വം പാർട്ട്ണർഷിപ്പ് അതിന് മുന്നോട്ട് പോകാം. കാരണം അയാൾ ചതിക്കില്ല. എന്നാൽ സഹോദരങ്ങളെ പോലും അവരുടെ സ്വത്ത് പോലും തട്ടിയെടുത്ത് അവരെയൊക്കെ കഷ്ടപ്പെടുത്തുന്നവനാണെങ്കിൽ ഒരിക്കലും അവർ ചങ്ങാത്ത പോലും പാടില്ല. അതിന് ഏത് സമയവും നമ്മളെ കുത്തും. കൂടെ പോകാൻ കുത്തുന്ന ആരെയും കുത്തില്ലേ? മനസ്സിലായില്ലേ? അപ്പം സ്വന്തം അച്ഛനെ സ്നേഹിക്കുന്ന അയാൾ ആത്മഹത്യ ചെയ്യുമോ? ഇന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ എന്ത് കോമൺ സെൻസിക്കലല്ല അത്. പിന്നെ തലയും പാലും ഇല്ലാത്ത ഒരു റിപ്പോർട്ട് രാത്രി 12 മണിക്ക് ഇന്ത്യ ഉറങ്ങുമ്പോൾ പുറത്ത് വിട്ട് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഗാർഡിയനും CNN ഇതൊക്കെ ചർച്ച ചെയ്യുകയാണ്. ഇവിടുത്തെ എക്സ്പേർട്ടുകളെ തന്നെ അതിന് ഉപയോഗിക്കുകയും ചെയ്തു. അതൊരു ഗൂഢാലോചനയായിരുന്നു. അതിലാരും സൈൻ ചെയ്തിട്ട് പോലും ഇല്ല. ഇത് സൂചിപ്പിക്കുന്ന എന്താണ്? അതിലെന്തോ മറയ്ക്കാനുണ്ട്. മനസ്സിലായില്ലേ? അല്ല, അത് ഇന്ത്യക്കാർക്കും വീഴ്ച ഉണ്ടല്ലോ. സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർക്ക് വലിയ രീതിയിൽ എന്തോ വിദേശ മാധ്യമങ്ങളാണ്, വിദേശ റിപ്പോർട്ടാണെന്നൊരു പരിഗണന. അതുകൊണ്ടല്ലോ പൈസ കൊടുത്താൽ മേടിക്കാൻ കിട്ടുമല്ലോ. പൈസ കൊടുത്താൽ മേടിക്കാൻ കിട്ടുന്ന അപൂർവം ചില ആളുകളെ നമ്മൾ ചുറ്റുമുള്ളൂ, ഇന്റഗ്രിറ്റി ഉള്ളു. ഏത് മേഖലയിൽ നിനക്ക് പൈസ കൊടുത്ത ആളുകളെ കിട്ടും. ഇപ്പൊ പാകിസ്ഥാന്റെ ചാരന്മാരെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പിടിച്ചുള്ള ഹിന്ദുക്കളാണ്. നിനക്കറിയോ? എങ്ങനെ ഇനി ആലോചിച്ച് നോക്കും. അതാണ് പണം. ആ പണത്തിനെ മറികടക്കാൻ മനുഷ്യൻ എന്ത് വേണം? ഇന്റഗ്രിറ്റി വേണം. ആ ഇന്റഗ്രിറ്റി കുടുംബത്തിൽ നിന്നും സ്കൂളുകളിൽ നിന്നും സമൂഹത്തും പഠിക്കണം. അത് ബേസിക്കലി കുടുംബത്തിൽ നിന്നാണ്. അത് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ സ്വന്തം അമ്മേനെ അച്ഛനെ വരെ വെക്കും, പിന്നല്ല സ്വന്തം രാജ്യത്തെ വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾക്ക് കിട്ടും. ഞാൻ അയാളെ പേരൊന്നും പോയില്ല. പ്രധാനപ്പെട്ട എയർ ഇന്ത്യയിലെ വെറ്ററൻ പൈലറ്റാണ്. ഒരാൾക്ക് മാനസിക രോഗം എന്നൊക്കെ പറഞ്ഞത് ഈ പൈലറ്റിന്. അപ്പോൾ ഞാനിപ്പോൾ അയാളെ കുറ്റം പറയുന്നതല്ല, അയാളെ പേരെടുത്ത് പറഞ്ഞിട്ട് നടക്കുന്നത്. പക്ഷേ ഇതിന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കോമൺ സെൻസ് ഉപയോഗിക്കാൻ നമുക്ക് മനസ്സിലാവും എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. അയാളെ സ്വന്തം അച്ഛൻ അങ്ങനെ സ്നേഹിക്കുന്ന അയാളെ അച്ഛൻ അനാഥനാക്കി പോവുമോ? ഇല്ലല്ലോ. പിന്നെ പുറത്ത് വന്ന റിപ്പോർട്ടിൽ തലയും വാലും ഇല്ല. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ചർച്ച. സോ കാശ് കൊടുത്താൽ മേടിക്കാൻ കിട്ടും ലോകത്തെന്തും എന്നുള്ളൊരു ഫീല് ഈ വെസ്റ്റേൺ ഇൻഡസ്ട്രി ഉള്ള ആളുകൾക്കുണ്ട്. അവരിവരെയൊക്കെ ഉപയോഗപ്പെടുത്തുന്നു. പക്ഷെ നമ്മളിതൊന്നും ടേക്കൺ ഫോർ ഗ്രാൻഡഡായി എടുക്കാതിരുന്നാൽ മതി. അല്ലാതെ അയാൾ പറഞ്ഞല്ലോ, ഇന്ന് മീഡിയ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് ഏറ്റുപിടിക്കേണ്ട ആവശ്യമില്ല. ആ അപകടത്തിൽ വളരെ കൃത്യം ഒന്നെങ്കിൽ ബോയിങ്ങിൻ്റെ
തകരാറാണ്, ടെക്നിക്കൽ സ്നാഗാണ്. അങ്ങനെ മുമ്പ് ഉണ്ടായിട്ടുണ്ട് ബോയിങ്ങിന്. വിസിൽ ബ്ലോവർ അത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, അല്ലെങ്കിൽ ഈ ഗ്രൗണ്ട് ഹാൻഡിൽ ചെയ്ത കമ്പനികൾ ചെയ്തായിരിക്കും തുർക്കി ബേസ്ഡ്. തുർക്കിയപ്പം നമ്മൾ വല്ലാതെ ഭയക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. കാരണം തുർക്കിൻ്റെ ഒരു സാറ്റലൈറ്റ് സ്റ്റേറ്റാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനികൾ എന്ന് വെച്ചാൽ ഞാൻ മുമ്പ് എന്നോട് പറഞ്ഞില്ലേ, തുർക്കി വംശജനാണ്. അപ്പോൾ തുർക്കിയിൽ ഈ ഇസ്ലാമിസ്റ്റ് ഭരണകൂടം വന്നപ്പോൾ നമുക്ക് വളരെ എളുപ്പം. മുമ്പ് താൻസുമില്ലനെ പോലെയുള്ള ഭരണാധികാരികളായിരുന്ന സമയത്ത് നമ്മളെ വളരെ ഫ്രണ്ട്ലി ആയിരുന്നുണ്ട്. കമാൽ അത്താതുർക്ക്, അവരുടെ മഹാത്മാഗാന്ധിക്ക് നമ്മളെ നമ്മളെ ബന്ധമുള്ള ആളായിരുന്നു. പക്ഷെ അതുപോലെയല്ല ഇപ്പോഴത്തെ സ്ഥിതി. ഇപ്പോൾ ഈ മുസ്ലിം ലോകത്ത് നമുക്ക് ആപ്പാടെ വിശ്വസിക്കാൻ പറ്റുന്ന ഈ ഗൾഫ് രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഗൾഫ് രാജ്യങ്ങൾ പണ്ടും നമ്മൾ അറബികൾക്ക് നല്ല ബന്ധമുള്ളതുകൊണ്ട് അവരത് കീപ്പ് ചെയ്തു. ബാക്കി ഈ പാകിസ്ഥാൻ, അഫ്ഗാൻ, പിന്നെ ഇവന്മാരൊക്കെ തുർക്കിയൊക്കെ തന്നെ. അതായത് തുർക്കിയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ. ഇറാൻ എങ്ങനെയാണ്? ഇറാൻ ഇറാൻ ചിലപ്പോൾ ഇസ്ലാമിക ഭ്രാന്ത് കൂടുമ്പോൾ നമുക്കെതിരാവും, എല്ലാ സമയത്തും നമുക്ക് അനുകൂലമാവും. വിശ്വസിക്കാൻ പറ്റില്ല. ഈ GCC രാജ്യങ്ങളെയാണ് പിന്നെ അത്ര ശല്യമില്ല. തുർക്കിയുടെ അത്ര ശല്യമില്ല, ഇത്ര വശമല്ല. കാരണം പാകിസ്ഥാൻ ഭരണകൂടം അവരായിട്ട് അടിയുണ്ട്. അവർ ഷിയാക്കളും ഒരു സുന്നികളുമാണ്. ഇവന്മാരതല്ല, ശരിക്കും ഏഷ്യയിലെ തുർക്കിയുടെ ഔട്ട് പോസ്റ്റാണ് പാകിസ്ഥാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.